അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തായ്വിരലിനെ കുറിച്ചാണ് പഠിച്ചത്. ഓർമ്മയുണ്ടാവും. ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ തായ്വിരലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മൾ ആകെ പറഞ്ഞത് ആ തായ്വിരലിന്റെ 3 അവസ്ഥയെക്കുറിച്ച് മാത്രമായിരുന്നു. വഴങ്ങുന്നത്, ലേശം വഴങ്ങുന്നത്, അല്പം പോലും വഴങ്ങാത്തത്. ഇത് മാത്രമേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുള്ളൂ. എന്തായാലും നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുക. ആ തായ്വിരലില് 2 ഖണ്ഡങ്ങളാണ് വരുന്നത്. ലാൽമാഷയെ നമുക്ക് പിക്ചർ ഇടാൻ കഴിയുമല്ലോ അല്ലെ? 2 ഖണ്ഡങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഒരു രേഖയുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ കാണാൻ കഴിയും. 2 ഖണ്ഡങ്ങളെയും വേർതിരിച്ചുകൊണ്ട് ഒരു രേഖ. സാർ, ആ പടവും കൂടെ ഇട്ടിരുന്നാല് നന്നായിരിക്കും. പടയിടും. ലാൽമാഷെ ഇത് വേണ്ട. 1, 2, 3, 4ാമത്തെ ചിത്രമുണ്ട്. യെസ്, അത് കിടക്കട്ടെ. അല്പസമയം അത് കിടക്കട്ടെ. ഇതിൽ ആ 1ാം ഖണ്ഡവും 2ാം ഖണ്ഡവും, 3ാം ഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ മണ്ഡലമാണ്. നിങ്ങൾക്കറിയാം, അത് ശുക്രമണ്ഡലമാണ്. ആ 1ഉം 2ഉം ഖണ്ഡങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഒരു ക്രോസ് ലൈൻ അവിടെ ഉണ്ടാവും. പല ആകൃതിയിലായിരിക്കും ഉണ്ടാകുക. ചിലർക്ക് വളരെ തെളിഞ്ഞ ഒരു ലൈനായിരിക്കും, മറ്റുള്ളവർക്ക് ചിന്നിച്ചെതറിയ ലൈനായിരിക്കും ഒക്കെ ആവും. ആ ചിന്നിച്ചെതറിയ ലൈനിൽ ഒരു ഐലൻഡ് ഉണ്ടോ എന്ന് നോക്കാം. ദ്വീപ് അടയാളം അല്ലെങ്കിൽ ഒരു നെന്മണിയുടെ അടയാളം, ഇതെല്ലാം ഒന്നാണ്. അതിൻ്റെ ഒരു വിവിധ രൂപങ്ങളാണ് അതിന്റെ പാർശ്വത്തിൽ വീണ്ടും കാണിച്ചിരിക്കുന്നത്. അതിന്റെ പാർശ്വത്തിൽ കാണിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ അതെങ്ങനെ ഇരിക്കും, ദ്വീപടയാളം എങ്ങനെ ഇരിക്കും എന്നതാണ് ആ കാണിച്ചേക്കുന്നത്. അപ്പൊ ഈ കാണിച്ചേക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു അടയാളം അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. നമ്മുടെ കയ്യിൽ ഒരിടത്തും ദ്വീപ് അടയാളം കൊള്ളില്ല എന്നാണ് പറയുക. നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ മണ്ഡലത്തിലും രേഖയിലും ദ്വീപടയാളങ്ങൾ വരുന്നതിന്റെ ഫലങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. എന്നാൽ ഈ തായ് വിരലിന്റെ 1ാം 2ഉം ഖണ്ഡങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഭാഗത്തുണ്ടാകുന്ന ദ്വീപടയാളം അത് ഗുണകരമാണ്. ദ്വീപടയാളം കൊണ്ടൊരു ഗുണമുണ്ട് എങ്കിൽ അത് ഇത് മാത്രമാണ്. ഇങ്ങനെ ആരുടെ കയ്യിലാണോ കാണുന്നത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന, ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പകുതിയിലധികം ആൾക്കാരുടെ കയ്യിലും ചിലപ്പോൾ ഈ ദ്വീപടയാളം ഉണ്ടാകാം. പകുതിയിലധികം. അങ്ങനെ ആ അടയാളം മനസ്സിലായില്ലല്ലോ സാർ, ഒന്നുകൂടെ പറഞ്ഞുതരുമോ? ദ്വീപടയാളം എന്ന് പറഞ്ഞത് ആ ചിത്രത്തിന്റെ പാർശ്വത്തിൽ ഒരു 3 അടയാളം കാണിച്ചിരിക്കുന്നില്ലേ? ഒരു ചിത്രം കാണുന്നുണ്ടോ ഹരി? കാണുന്നുണ്ട് സാർ, കാണുന്നുണ്ട്. ആ, ഹരി നമ്പൂതിരി, ഹലോ സാറേ, കാണുന്നുണ്ട്. ആ ചിത്രത്തിന്റെ പാർശ്വത്തിൽ സൈഡിലായിട്ട് 3 അടയാളങ്ങൾ വരച്ച് കാണിച്ചിട്ടുണ്ടേ? ഉണ്ട്. അതാണ്, അതുപോലെ ഇരിക്കും ദ്വീപടയാളം എന്ന് പറഞ്ഞാൽ. അതിലേതെങ്കിലും ഒന്ന് പോലെ ഇരിക്കും.
അല്ലെങ്കിൽ ലെൻസ് ഇല്ലാതെ കാണാൻ പറ്റുമോ? ലെൻസ് ഒന്നും വേണ്ട, ലെൻസ് ഒന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുമല്ലോ. നിങ്ങളുടെ തായ്വിരലങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരിലും ഇതുണ്ടാവണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്നത് പകുതി പേരുടെ കയ്യിൽ ആ ദീപടയാളം ഉണ്ടാക്കും. അടുത്ത പകുതി പേരുടെ ഇല്ല. നമ്മളങ്ങനെ വാശി വെക്കണ്ട, വേണമെന്ന് വാശി വെക്കണ്ട. അപ്പൊ അത്തരത്തിലൊരു അടയാളം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാൻ എന്റെ ഫലം പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഈ അടയാളം ലെഫ്റ്റ് ഹാൻഡിലുണ്ടാവുക റൈറ്റിലോ? എന്താണ് സാർ ഈ അടയാളം ലെഫ്റ്റിലുണ്ടാവുക റൈറ്റ് ഹാൻഡിലുണ്ടാവുക? ഞാൻ തൽക്കാലം പറയുന്നത് കേൾക്കുക. നിങ്ങൾ നിങ്ങളുടെ കയ്യേക്ക് വിശകലനം ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ വലത് കൈയിൽ നോക്കുക. സ്ത്രീകളുണ്ടെങ്കിൽ അവരുടെ ഇടത് കൈ നോക്കുക. അപ്പൊ അങ്ങനെ ഒരു അടയാളം നിങ്ങളുടെ കൈവശം കയ്യിലുണ്ട് എങ്കിൽ അവർക്ക് ഇഷ്ടഭോജ്യം ലഭ്യമാകും. ആഹാരം കിട്ടും. ഇഷ്ടപ്പെടുന്ന ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും സദ്യ കിട്ടും എന്നൊരർത്ഥമില്ല. ഭക്ഷണ സൗഖ്യം ഉണ്ടാകും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം, പട്ടിണി കിടക്കുന്ന സാഹചര്യം അവർക്കുണ്ടാകില്ല. എവിടെ പോയാലും വിശപ്പിന് പരിഹാരം അവർക്ക് കിട്ടും. ഈ അടയാളം ഇല്ലാത്തതാണ് നിങ്ങളുടെ കൈ എങ്കിൽ വിശന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിധിക്കപ്പെട്ടവരാണവർ. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കെട്ടിക്കൊണ്ടു പോയാലും 1 മണിക്ക് കഴിക്കേണ്ട ഭക്ഷണം 3 മണിക്കോ 4 മണിക്കോ ഒക്കെ കഴിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. കൃത്യമായി സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാകുകയില്ല. ഭക്ഷണ സൗഖ്യം കിട്ടുകയില്ല. ദീപടയാളം ഇല്ല എങ്കിൽ, ദീപടയാളം ഉണ്ട് എങ്കിൽ കൃത്യമായിട്ടും ആ വ്യക്തിക്ക് ഭക്ഷണ സൗഖ്യം ലഭ്യമാകും. അപ്പൊ ഇന്ന് നിങ്ങളെല്ലാവരെയും കൈ ബേസ് ചെയ്ത് ഒരു ക്യാരക്ടറൂടെ പഠിച്ചു. അതുകൊണ്ട് നിങ്ങളത് മറക്കാൻ പാടില്ല. ഐലൻഡ് ഉണ്ട് എങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അന്നത്തിന് ബുദ്ധിമുട്ട് വരില്ല. ഇഷ്ടഭോജ്യം ലഭിക്കും എന്നാണ് പറയുക. നമ്മളിപ്പോ ഇഷ്ടഭോജ്യം എന്നങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭക്ഷണ സൗഖ്യം അവർക്കുണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയാം. ഐലൻഡ് ഇല്ല എങ്കിൽ അവർക്ക് സമയത്ത് ഭക്ഷണം കിട്ടുകയില്ല. കഴിക്കാനില്ലാഞ്ഞിട്ടല്ല, എല്ലാ സൗഭാഗ്യമുള്ളവരായിരിക്കും, പക്ഷെ സമയത്ത് കഴിക്കാൻ പറ്റില്ല അവർക്ക്. അതാണ് ആ രേഖ കൊണ്ടുള്ള ഫലം. നിങ്ങൾ അടുത്ത് നോക്കിയാൽ ആ 2ാം ഖണ്ഡത്തിൽ ഏകദേശം മധ്യഭാഗത്ത്, കറക്റ്റ് മധ്യഭാഗമല്ല, 2ാം ഖണ്ഡത്തിൽ ഏകദേശം മധ്യഭാഗത്ത് പാർശ്വത്തിൽ ഒരു രേഖ വന്ന് പകുതി ദൂരം നിൽക്കുന്നുണ്ട്. ഏറ്റവും താഴത്ത് കിടക്കുന്നതല്ല, 2ാം ഖണ്ഡത്തിൽ താഴത്ത് കിടക്കുന്ന രേഖയല്ല, അതിന്റെ മുകളിൽ കാണുന്ന രേഖയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പെരുവിരലിന്റെ പാർശ്വത്തിൽ നിന്ന് ആരംഭിച്ച് ഏകദേശം മധ്യഭാഗം വരെ വരുന്ന ഒരു രേഖ. ആ രേഖയിൽ പറയുന്ന മധി രേഖ എന്നാണ്. മധി, അതായത് ഒരു പോസ്റ്റ്പോണ്ടിങ് ടെൻഡൻസി. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള കാരണം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും അവർ. ഒന്നും കൃത്യസമയത്ത് ചെയ്യില്ല. ഇന്ന് ചെയ്യുന്ന കാര്യം നാളത്തേക്ക് മാറ്റി നാളെ അത് അടുത്തൊരു ദിവസത്തേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ്. പോസ്റ്റ്പോണ്ടിങ് മൈൻഡ്. ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. എപ്പോഴും ഈ രേഖ ഉണ്ടാവണം എന്നില്ല. ഉണ്ടായിരിക്കുന്ന രേഖ മാഞ്ഞും പോകാം. അപ്പൊ ഈ രേഖ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ
നമുക്ക് ഈ ഒരു സ്വഭാവം വന്നു ഭവിക്കും. പോസ്റ്റ്പോണ്ടിങ് മൈൻഡ്, കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം. ഇതുണ്ട് എങ്കിൽ നമ്മൾ ഫലം അങ്ങനെ പറയും. ഇല്ല എങ്കിൽ അതിന് ഫലം പറയാൻ നിൽക്കണ്ട. മതിരേഖ ഉണ്ടായിരുന്നാൽ കാര്യങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കും. മതിരേഖ ഇല്ലാത്ത ആളിനോട് പറയാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ സത്യസന്ധമായും കൃത്യമായിട്ടും ചെയ്യും എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം കയ്യിലെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അയാൾ ഒരു വലിയ അലസനായിരിക്കും. ഈ ഒരു കാര്യം കാണില്ലെന്നേ ഉള്ളൂ. മറ്റു പല കാര്യങ്ങൾ കൊണ്ട് അയാൾ ഒരു അലസനാണെങ്കിൽ നമ്മൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്. കുറച്ചുകൂടെ മാറ്റി പറഞ്ഞാൽ, ഒരു രേഖ ഉണ്ടെങ്കിൽ നമ്മളൊരു ഫലം പറയും, ഒരു അടയാളം ഉണ്ടെങ്കിൽ നമ്മളൊരു ഫലം പറയും. അപ്പൊ ഈ രേഖയോ ഈ അടയാളോ ഇല്ലെങ്കിൽ അതിന് തിരിച്ചൊരു ഫലം പറയാൻ നിൽക്കരുത്. പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. രേഖയ്ക്ക് നമ്മളൊരു ഫലം പഠിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരാളെ കാണുമ്പോൾ അയാളുടെ കയ്യിൽ ആ രേഖ ഇല്ലെങ്കിൽ അയാൾക്ക് ഫലം തിരിച്ചു പറയാൻ നിൽക്കരുത്. അത് തെറ്റും. അങ്ങനെ ഇല്ല. ഒരു അടയാളമോ ഒരു രേഖയോ ഉണ്ടായിരുന്നാൽ അതിന് ഫലം പറയുക. അതില്ല എങ്കിൽ അതിന് തിരിച്ചൊരു ഫലമുണ്ട് എന്നർത്ഥം ഇല്ല. ഇനി മറ്റൊരു ചിത്രം, അതായത് രണ്ടാമത്തെ ചിത്രം എന്നിട്ടേ. ഇതിൽ നോക്കിയേ, ഒന്നാം ഖണ്ഡം വലിപ്പമേറിയിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ അത് വലിപ്പം കുറവെന്ന് പറയാം, കുറച്ചുകൂടി വലിപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുറച്ചുകൂടി വലിപ്പം പ്രതീക്ഷിക്കാം. ഗദ പോലിരിക്കുക എന്നാണ് പറയാ. ഗദ എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ, ഒരഗ്രം മാത്രം വീർത്തും ബാക്കി ഭാഗം കനം കുറഞ്ഞും വരുന്നതിനെയാണ് ഗദ എന്ന് പറയുക. ഹനുമാന്റെ തോളത്തൊക്കെ ഇരിക്കുന്ന ഒരു ഗദയെ കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു ഭാഗം വീർത്തിരിക്കും, ബാക്കി ഭാഗം വളരെ നേർത്തുമിരിക്കും. ചിലരുടെ കയ്യിലെ ഈ ഒന്നാം ഖണ്ഡം നന്നായി വീർത്ത് കാണുകയാണെങ്കിൽ, ഒരു ഗോളാകൃതി പോലെ കാണുകയാണെങ്കിൽ, ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അല്പം കൂടി ഒന്ന് മധ്യഖണ്ഡം അല്പം ചെറുതാവുകയും അഗ്രഖണ്ഡം ലേശം കൂടി വലുതാകണം. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ, ഗദ രൂപത്തിൽ ഒരാളുടെ കൈ കാണുകയാണ് എങ്കിൽ അയാൾ കൊലപാതകിയായി തീരും. മർഡർ ഹാൻഡ്, എ കില്ലർ ഹാൻഡ്. അയാൾ കൊലപാതകിയായി തീരും. ക്രിമിനൽ എന്ന് ഞാൻ പറയുന്നില്ല, അയാൾക്കൊരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവണം എന്നും ഇല്ല. പക്ഷേ അബദ്ധത്തിലൊക്കെ കൊലപാതകം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. ഒരാളെ പിടിച്ചു തള്ളുന്നു, അയാൾ ചെന്ന് വീഴുന്നു. യഥാർത്ഥത്തിൽ കൊല്ലണമെന്നൊന്നും ഉദ്ദേശമില്ലായിരുന്നു, പക്ഷെ വീണ ആളുടെ തല അടിച്ചാ വീണത്, അയാൾ മരണപ്പെട്ടു. അയാൾ എന്തായാലും കൊലക്കേസിലെ പ്രതിയാണേ. അറിഞ്ഞുകൊണ്ട് കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല, പിടിച്ചു തള്ളി വീണു, തലയടിച്ച് വീണു, മരണപ്പെട്ടു, കൊലപാതക കേസിന് പ്രതിയുമാകും. അത്തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിൽ ഈ അടയാളം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ കൊലപാതകം ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടാവും. ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ കൊലപാതകം ചെയ്യുന്ന ആളിന് ഈ ചിഹ്നം ഉണ്ടാകും, ഈ അടയാളം ഉണ്ടാകും. കൊലപാതകിക്ക് ഇതൊന്നു മാത്രമല്ല നമ്മൾ അടയാളമായി പറയുക. നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകുമ്പോൾ കൊലപാതകിക്ക് വേറെയും ചില അടയാളങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമല്ല, വേറെയും അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇതൊന്ന് പഠിച്ചു വെക്കുക. അല്ലാതെ കൊലപാതകിയുടെ പരിചയമുള്ള ഒരാൾ കൊലക്കേസിലെ പ്രതിയായി, പരിചയമുള്ള ആളാണ്, നാളെ ചെന്ന് അയാളുടെ കൈ പിടിച്ച് നോക്കുമ്പോൾ അയാളുടെ കൈയുടെ വിരൽ ഗത പോലെ ഇരിക്കണമെന്നില്ല. കാരണം അയാളുടെ കയ്യിൽ വേറെ ചില അടയാളങ്ങൾ ഉണ്ടാവാം കൊലപാതകി ആകാൻ. ഇത് ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടാൽ നിങ്ങൾ അവർക്കൊരു ഉപദേശം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൈ നിവർത്തി ആരെയും അടിക്കരുത്. ഇവർ കൈ നിവർത്തി അടിച്ചാൽ അടി വാർത്തില്ലാതെ വീഴുകയേ ഉള്ളൂ.
അടിച്ചാൽ അടി വല്ലാതെ പറ്റും. ചില ആൾക്കാർ അടിക്കും, ആൾ ചുരുണ്ട് വീഴാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായവര്. അപ്പൊ നിങ്ങൾ കണ്ടാൽ അത്തരക്കാരോട് പറയേണ്ടത്, സ്വന്തം മക്കളെ പോലും തല്ലരുത്, കൈ നിവർത്തി അടിക്കരുത്, അടിച്ചാൽ പണി കിട്ടും. ആ ഒരു ഉപദേശം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കണം. ഇനി ഈ കൈ നമ്മളതിന്റെ വലിപ്പം ഒന്ന് നോക്കിയാൽ, ഈ പെരുവിരലിന് നന്നേ നീളമുള്ളതാണ് എങ്കിൽ, സാധാരണ നമുക്കറിയാം നമ്മുടെ കയ്യില് മറ്റ് വിരലുകളുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ പെരുവിരലിൽ നീളം കുറഞ്ഞതാണ്. നല്ല നീളം ഉണ്ടായിരിക്കുമെങ്കിൽ, മറ്റു ആൾക്കാരുടെ കയ്യിൽ കാണുന്നതിനേക്കാൾ പെരുവിരലിന് ഒരാളിന് നീളം കൂടുതൽ കാണുകയാണെങ്കിൽ, ബുദ്ധി കൊണ്ട് ശത്രുവിനെ വിജയിക്കുന്നവനായിരിക്കും ബുദ്ധിമാൻ. അവൻ ശത്രുവിനെ പരാജയപ്പെടുത്തുന്നത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. ബുദ്ധി കൊണ്ട് ശത്രുവിനെ നശിപ്പിക്കുന്നവനും അതോടൊപ്പം തന്നെ മികച്ച ഭരണാധികാരികളുമായിരിക്കും. മികച്ച ഭരണാധികാരികൾ മിക്കവാറും നല്ല ഭരണാധികാരികൾ നമ്മൾ കേട്ടിട്ടുള്ളവരുടെ പെരുവിരൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നീളക്കൂടുതൽ ഉണ്ടായിരിക്കും. അവർ ശത്രുവിനെ ജയിക്കുന്നത് എപ്പോഴും അവരുടെ ആശയങ്ങളോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ടോ ആയിരിക്കും, തന്ത്രങ്ങൾ കൊണ്ടായിരിക്കും. അല്ലാതെ കൈക്കരുത്ത് കൊണ്ടായിരിക്കില്ല ശത്രുവിനെ ജയിക്കുന്നത്. മറ്റൊന്നോ ഭരണകർത്താക്കളായിരിക്കും. മറ്റൊരു പ്രത്യേകത, മറ്റൊരാളിന്റെ കീഴിൽ ജോലി ചെയ്യാൻ മടിയുള്ളവരായിരിക്കും. ആരുടെയെങ്കിലും കീഴിൽ അടിമയായി ജോലി ചെയ്യുവാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാകുകയില്ല. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ യാതൊരുവിധ താല്പര്യവും ഉള്ള ആൾക്കാരായിരിക്കയില്ല നീളം കൂടിയ പെരുവിരൽ, തായ്വിരൽ ഉള്ള. എന്നാൽ നീളം കുറഞ്ഞതാണെങ്കിലോ അവിവേകിയായിരിക്കും. വിവേകമില്ലാത്തവനായിരിക്കും. നീതിബോധം ഉണ്ടാകുകയില്ല. അല്ലാതെ ഇവൻ ശത്രുവിനെ ജയിക്കുന്നത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടല്ല എന്നും ഇവൻ ഭരണാധികാരി ആകില്ല എന്നും അല്ല അവിടെ പറയേണ്ടത്. അവിടെ പറയുന്നത് അവിവേകിയും പിന്നെയോ നിർബന്ധ ബുദ്ധിക്കാരണം, അതിനേക്കാൾ ഉപരി കാത്തിരുന്ന് പ്രതികാരം ചെയ്യുന്നവരായിരിക്കും. പക മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കും. കാത്തിരുന്ന് പ്രതികാരം ചെയ്യുന്നവരായിരിക്കും ഇവർ. കാത്തിരുന്ന് പ്രതികാരം ചെയ്യുന്ന ആൾക്കാരായിരിക്കും നീളം കുറഞ്ഞ വിരലുള്ള ആൾക്കാർ. തായ്വിരൽ നീളം കുറഞ്ഞതാണ് എങ്കിൽ അവർ വിശേഷ ബുദ്ധി ഇല്ലാത്തവരും അവിവേകികളും നീതിബോധം ഇല്ലാത്തവരും അവസരം കാത്ത് പ്രതികാരം ചെയ്യുന്നവരും ആയിരിക്കും. എന്നാൽ നീളമുള്ളത് ആണ് എങ്കിൽ അത്തരത്തിലുള്ള സ്വഭാവം അവർക്ക് ഉണ്ടാകുകയില്ല. എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമാന്മാരായിരിക്കും. അവർ ശത്രുക്കളെ ജയിക്കുന്നത് അയാളുടെ തന്ത്രങ്ങൾ കൊണ്ടായിരിക്കും, ബുദ്ധി കൊണ്ടായിരിക്കും, ശക്തി കൊണ്ടായിരിക്കില്ല. അവർക്ക് നിർബന്ധ ബുദ്ധി അവർക്കും ഉണ്ടാകും. ഭരണാധികാരികളായിരിക്കും. ആരുടെയും കീഴിൽ അടിമയായി ജോലി ചെയ്യുവാൻ അവർക്ക് താല്പര്യം ഉണ്ടാകുകയില്ല. ഇതാണ് ആ 3 തരം വിരലുകളെ കുറിച്ച് നമ്മൾ പഠിച്ചത്. നമുക്ക് 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് നമുക്കതങ്ങ് ക്ലോസ് ചെയ്യാം. അതായത് 1-ാം ഖണ്ഡം
ഒന്നാം ഖണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ വികാരത്തെ സൂചിപ്പിക്കുന്ന ഖണ്ഡമാണ്. യുക്തി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനാണ് വലിപ്പം കൂടുതൽ എങ്കിൽ ഒന്നാം ഖണ്ഡം, അതായത് നഖത്തോട് ചേർന്ന ഭാഗം, നഖത്തോട് ചേർന്ന ഭാഗം, അതാണ് ഒന്നാം ഖണ്ഡം. അതിനാണ് നീളം കൂടുതലുള്ളത് എങ്കിൽ അയാൾ ആജ്ഞാശക്തിയുള്ള ആളായിരിക്കും, മനഃശക്തി ഉണ്ടാകും. നല്ല ആത്മശക്തിയും മനഃശക്തിയും, ബോൾഡ് ആൻഡ് കറേജിയസ്, ബോൾഡും കറേജിയസും ആയിരിക്കും. അവർക്ക് ആരെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അയാളുടെ വ്യക്തിത്വം കൊണ്ട് അയാൾ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നീളം കൂടിയ പെരുവിരൽ, അവർക്ക് പറഞ്ഞൊരു സ്വഭാവമുണ്ട്. എന്താ? ആരുടെയും സബോർഡിനേറ്റ് ആകുകയില്ല. ഇവിടെ ഒന്നാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാലും ഈ ഫലം നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ബുദ്ധിശക്തി ഉണ്ടായിരിക്കും, ആജ്ഞാശക്തി ഉണ്ടായിരിക്കും, മനഃശക്തി ഉണ്ടായിരിക്കും, ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ആളായിരിക്കും, ആരുടെയും സബോർഡിനേറ്റ് ആയിരിക്കുകയില്ല. തിരിച്ചാണ് സംഭവിക്കുന്നെങ്കിലോ, രണ്ടാം ഖണ്ഡത്തിനാണ് നീളം കൂടുതൽ ഉള്ളത് എങ്കിൽ, രണ്ടാം ഖണ്ഡത്തിന് നീളം ഏറിയിരിക്കുന്നു എങ്കിൽ അവരെല്ലാം യുക്തിക്കനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും, സാഹചര്യത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും. സത്യധർമാദികളൊക്കെ അവസരത്തിനൊത്ത് അവർ വ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ തന്റെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ ബഹളം വെച്ച് കരയാനും അവർ തയ്യാറാവും, ബഹളം വെക്കും. രണ്ടാം ഖണ്ഡമാണ് ഒന്നാം ഖണ്ഡത്തെക്കാൾ നീളം ഉള്ളത് എങ്കിൽ, രണ്ടാം ഖണ്ഡത്തിന് ഒന്നാം ഖണ്ഡത്തെക്കാൾ നീളം കൂടുതലുണ്ട് എങ്കിൽ അവർ യുക്തിക്കനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും, അതായത് സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കും. ഈ സത്യവും നീതിയും ധർമ്മവും എന്ന് പറയുന്നത് അവർ അതാത് സാഹചര്യത്തിനനുസരിച്ച് വിശദീകരിക്കും. അതിനൊരു പ്രത്യേകിച്ച് ഒരു നിശ്ചിതമായ ഒരു മാനദണ്ഡമൊന്നും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. മൂന്നാമതോ, അവരുടെ ഭാഗത്ത് ന്യായമില്ല എങ്കിൽ ജയിക്കാൻ വേണ്ടി അവർ കാണിക്കുന്നത് ബഹളം വെക്കുക എന്നുള്ളതായിരിക്കും. ബഹളം വെക്കുകയോ കരയുകയോ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോകാൻ അവർ ശ്രമിക്കും. ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ബഹളം വെക്കുകയോ കരയുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവര് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തും. അങ്ങനെയുള്ള ആൾക്കാരുടെ മധ്യഖണ്ഡത്തിന്, രണ്ടാം ഖണ്ഡത്തിന് നീളം കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒന്നും രണ്ടും ഖണ്ഡങ്ങൾ ഒന്നുപോലെയാണ് കാണുന്നത് എങ്കിൽ, നമ്മൾ ഒന്നാം ഖണ്ഡം നീളം കൂടിയിരിക്കുക, വലിപ്പം കൂടിയിരിക്കുക എന്ന് പറഞ്ഞു. അടുത്ത് പറഞ്ഞ് രണ്ടാം ഖണ്ഡം വലിപ്പം കൂടിയിരിക്കുക. അപ്പോൾ ഈ രണ്ട് ഖണ്ഡത്തിനും ഒരേ വലിപ്പമാണെങ്കിൽ ആ ആൾക്കാർക്ക് സമൂഹത്തിൽ അംഗീകാരം ഉണ്ടായിരിക്കും. ധാരാളം സുഹൃത്തുക്കളെയും അതോടൊപ്പം തന്നെ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി സമീപിക്കാനുള്ള കഴിവും അവർക്കുണ്ടായിരിക്കും. ഒന്നാം ഖണ്ഡത്തിന് നീളമേറിയിരുന്നാൽ അയാൾ ആജ്ഞാശക്തി വലിപ്പം കൂടിയിരുന്നാൽ ആജ്ഞാശക്തി ഉണ്ടാകും, മനഃശക്തി ഉണ്ടാകും, ആരെയും സ്വാധീനിക്കും, പിന്നെ ആരുടെയും സബോർഡിനേറ്റ് ആകില്ല എന്ന് പറഞ്ഞു. രണ്ടാം ഖണ്ഡത്തിനാണ് നീളമേറിയിരിക്കുന്നെങ്കിൽ
യുക്തിക്കനുസരിച്ച് ജീവിക്കും, അല്ലെ? പിന്നെ എന്താ പറഞ്ഞത്? സത്യവും നീതിയും ധർമ്മവും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് അവർ നിർവചിക്കും. തന്റെ ഭാഗത്ത് ന്യായമില്ല എങ്കിൽ അയാൾ ബഹളം വെച്ച് കരയാനും അവർക്ക് മടി ഉണ്ടാകില്ല. ബഹളം വെച്ച് കരയാനും അവർക്ക് ഒരു മടിയും ഉണ്ടാകില്ല. അവര് അതിന് തയ്യാറാണ്. ഇനി രണ്ട് ഖണ്ഡത്തിനും, ഒന്നാം ഖണ്ഡത്തിനും രണ്ടാം ഖണ്ഡത്തിനും ഒരേ വലിപ്പമാണെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭ്യമാകും. ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ആരെയും ചതിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തെയും സമചിത്തതയോടെ നേരിടാനുള്ള കഴിവും അവർക്കുണ്ടായിരിക്കും. പ്രതികൂല സാഹചര്യങ്ങളെ സമചിത്തതയോടുകൂടി നേരിടാൻ ഉള്ള കഴിവും ഇക്കൂട്ടർക്ക് ഉണ്ടായിരിക്കും. ഇത്രയുമാണ് തായ് വിരൽ എന്നതിനെ കൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് കേട്ടാൽ അല്ല, ഇനിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയാം. പക്ഷേ നമ്മളൊരു ബേസ് സ്റ്റഡി പഠിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയിൽ നമുക്ക് അത്യാവശ്യം ഒരാളുടെ കൈ കണ്ടാൽ ഒരു ഫലം പറയാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ. നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരാളുടെ കൈ നോക്കി ഫലം പറയാൻ കഴിയും. ബാക്കി കാര്യങ്ങളൊക്കെ വഴിയേ പഠിക്കാം. അതിന് നിങ്ങൾക്ക് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. നമുക്ക് പിന്നീട് പറയാം. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ നമുക്ക് ഇതിന്റെ നോട്ട്സ് അങ്ങ് എഴുതാം. നോട്ട്സ് അതാ ദിവസം എഴുതിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നോട്ട്സ് എഴുതാമല്ലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ആ നോട്ട്ബുക്കിന്റെ ഒരു ഭാഗം, വലത് ഭാഗം നോട്ട്സ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുക. അതിന്റെ തുടക്കത്തില് ഒരു 4 ഷീറ്റ്, 4 or 5 ഷീറ്റ് തുടക്കത്തിൽ വിട്ടേക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കയ്യെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് അവസാനം പഠിക്കുമ്പോൾ എഴുതി ചേർക്കാനാണ്. ഒരു 4 ഷീറ്റ് തുടക്കത്തിൽ അങ്ങ് വിട്ടേക്കുക. വിട്ടിട്ട് അടുത്ത ഹെഡ് എഴുതുക. വിരലുകൾ എന്ന് ഹെഡ് എഴുതുക. വിരലുകൾ എന്ന് ഹെഡ് എഴുതിയിട്ട് അതിന് സബ് ടൈറ്റിൽ കൊടുക്കുക, പെരുവിരൽ അല്ലെങ്കിൽ തായ് വിരൽ. തുടങ്ങാലോ? ശരി. ചെറുതും കനം കുറഞ്ഞതുമായ പെരുവിരൽ ചെറുതും കനം കുറഞ്ഞതുമായ പെരുവിരൽ നീതിബോധമില്ലാത്തവരുടെയും അവിവേകികളുടേതും ആയിരിക്കും. നീതിബോധം ഇല്ലാത്തവരുടെയും അവിവേകികളുടേതും ആയിരിക്കും. ഇവർ അവസരം കാത്തിരുന്ന് പ്രതികാരം ചെയ്യും. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, നീളം കൂടിയ പെരുവിരൽ ഉള്ളയാൾ
ബുദ്ധി കൊണ്ട് ശത്രുവിനെ ജയിക്കും. ബുദ്ധി കൊണ്ട് ശത്രുവിനെ ജയിക്കും. ഇവർ ഭരണകർത്താക്കളായിരിക്കും. നിർബന്ധ ബുദ്ധിയുള്ള ഇവർ ആരുടെയും കീഴിൽ ജോലി ചെയ്യുകയില്ല. അടുത്ത് പെരുവിരൽ ഒന്നാം ഖണ്ഡം. പെരുവിരൽ ഒന്നാം ഖണ്ഡം നീളമേറിയിരുന്നാൽ, വലിപ്പമേറിയിരുന്നാൽ അല്ലെങ്കിൽ നീളമേറിയിരുന്നാൽ ആജ്ഞാശക്തിയും മനഃശക്തിയും ഉണ്ടായിരിക്കും. ആജ്ഞാശക്തിയും മനഃശക്തിയും ഉണ്ടായിരിക്കും. ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരായിരിക്കും. ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരായിരിക്കും. ഇവരും മറ്റൊരാളിന്റെ കീഴിൽ ജോലി ചെയ്യുകയില്ല. അടുത്ത രണ്ടാം ഖണ്ഡത്തിന് വലിപ്പമേറിയിരുന്നാൽ യുക്തിക്കനുസരിച്ച് ജീവിക്കുന്നവരും സത്യം, നീതി, ധർമ്മം എന്നിവ അവസരത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്നവരും ആയിരിക്കും. അവസരത്തിനൊത്ത് വ്യാഖ്യാനിക്കുന്നവരും ആയിരിക്കും. തന്റെ ഭാഗത്ത് ന്യായം ഇല്ല എന്ന് വന്നാൽ ബഹളം വെക്കാനും മടിക്കുകയില്ല.
ബഹളം വെക്കാനും മടിക്കുക ഇല്ല. ഒന്നും രണ്ടും ഖണ്ഡങ്ങൾക്ക് ഒരേ വലിപ്പമാണെങ്കിൽ സാറേ ഈ അവസരത്തിനൊത്ത് നോട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യാം സാറേ. ഏതാണ്? അവസരത്തിനൊത്ത് വ്യാഖ്യാനിക്കും. അവസരത്തിനൊത്ത് വ്യാഖ്യാനിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. അടുത്ത ഒന്നും രണ്ടും ഖണ്ഡങ്ങൾക്ക് ഒരേ വലിപ്പമാണെങ്കിൽ അവർ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരും ആരെയും ചതിക്കാത്തവരും ധാരാളം സുഹൃത്തുക്കൾക്ക് ഉടമയും ആയിരിക്കും. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവരും ആയിരിക്കും. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ ഉള്ളവരും ആയിരിക്കും. സാറേ ആ സെക്കൻഡ് സെന്റൻസ് ഒന്ന് പറയുമോ? ഏതാ? ഒന്നും രണ്ടും ഖണ്ഡങ്ങൾക്ക് ഖണ്ഡങ്ങൾ ഒന്നുപോലെ ഇരുന്നാൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കുന്നവരും ആരെയും ചതിക്കാത്തവരും ധാരാളം സുഹൃത്തുക്കളോട് കൂടിയവരും ആയിരിക്കും. ഇവർക്ക് പ്രതികൂല സാഹചര്യങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയുന്നവരുമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ കഴിയുന്നവരുമാണ്. പെരുവിരൽ ഒന്നും രണ്ടും ഖണ്ഡങ്ങൾക്കിടയിൽ ദ്വീപ് അടയാളം ഐലൻഡ്, നെന്മണിയുടെ ആകൃതി എന്നും ചിലപ്പോൾ പറയും. ഗോതമ്പ് മണിയുടെ ആകൃതി, നെന്മണിയുടെ ആകൃതി, ദ്വീപ്, ഐലൻഡ് എന്നിങ്ങനെ പറയും. നെന്മണിയുടെ അടയാളം ഉണ്ട് എങ്കിൽ
അവർക്ക് ഭക്ഷണ സൗഖ്യം ഉണ്ടായിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓർമ്മയുണ്ടാവുമല്ലോ. ഇഷ്ടഭോജ്യം എപ്പോഴും കിട്ടും, വിശന്നുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതില്ല എങ്കിൽ എൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സമയത്ത് ഭക്ഷണം കഴിക്കുകയില്ല. ഭക്ഷണം കിട്ടുക ഇല്ല എന്ന് പറയരുത്, സമയത്ത് ഭക്ഷണം കഴിക്കുകയില്ല. അടയാളമില്ലാത്തവർ. വീണ്ടും രണ്ടാം ഖണ്ഡത്തിന്റെ പാർശ്വത്തിൽ നിന്ന്, രണ്ടാം ഖണ്ഡത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത്, രണ്ടാം ഖണ്ഡത്തിന്റെ ഏകദേശം മധ്യഭാഗത്ത് പാർശ്വത്തിൽ നിന്നൊരു രേഖ വരുന്നു എങ്കിൽ അതിനെ മധിരേഖ എന്ന് പറയുന്നു. അതിനെ മധിരേഖ എന്ന് പറയും. ഇതില് ദ എന്ന് പറയുന്നത് ഏത് ദായാണ് സാർ? ദയയുടെ ദായാണോ ധനത്തിന്റെ ദായാണോ? തല എന്ന് പറയുന്ന ത. സാറെ പാർശ്വത്തിൽ നിന്നൊരു രേഖ വരുന്നു എങ്കിൽ അതിനെ മധിരേഖ എന്ന് പറയുന്നു. വേണ്ട കാര്യങ്ങൾ, ആവശ്യം വേണ്ട കാര്യങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. മാറ്റിവെക്കുന്ന സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്ന സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പെരുവിരൽ അഗ്രം, പെരുവിരൽ അഗ്രം പെരുവിരൽ അഗ്രം ഗതരൂപത്തിലിരുന്നാൽ കൊലപാതകിയായി തീരും. കൊലപാതകിയായിത്തീരും. അർത്ഥം, പെരുവിരൽ പിന്നോട്ട് വളയാത്തതാണെങ്കിൽ, നമ്മൾ ആദ്യം പഠിച്ച സ്റ്റേറ്റ്മെന്റ് അതാണ്, പക്ഷെ എഴുതുന്നത് അവസാനമായിട്ടാണ്. പെരുവിരൽ പിന്നോട്ട് വളയാത്തതാണെങ്കിൽ സത്യസന്ധത, ഉറച്ച തീരുമാനം, ആലോചിച്ച് സംസാരിക്കുക, എന്നിവയുടെ ലക്ഷണമാണ്. പിന്നിലേക്ക്
എന്താണ്? ഇവിടെ ഭയങ്കര മഴയാ, സാറ് പറയുന്നത് കേൾക്കുന്നില്ല. അയ്യോ, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഉറക്കെ പറയല്ലേ. ശരി, ഒന്ന് ശ്രദ്ധിച്ചെഴുതിക്കോളൂ. പിന്നിലേക്ക് അനായാസം വളയുന്ന പെരുവിരലാണെങ്കിൽ അവർക്ക് ഉറച്ച തീരുമാനത്തിലെത്തുവാൻ കഴിയുകയില്ല. അവർക്ക് ഉറച്ച തീരുമാനം എടുക്കുവാൻ കഴിയുകയില്ല. വിമർശന സ്വഭാവവും ഉണ്ടായിരിക്കും. പിന്നിലേക്ക് അല്പം അയവുള്ള വിരലാണെങ്കിൽ ലേശം വളയും. വളയാത്ത വിരലിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും വളയാത്ത വിരലിന്റെ ലക്ഷണങ്ങൾ എല്ലാം പറയാം എങ്കിലും ബോധ്യപ്പെട്ടാൽ സ്വയം തിരുത്തുവാൻ തയ്യാറാകും. ബോധ്യപ്പെട്ടാൽ സ്വയം തിരുത്തുവാൻ തയ്യാറാകും. ഇത്രയാവുമ്പോൾ നമ്മളൊരു വിരൽ പഠിച്ചിരിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ആ വിരലില്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളും അതിനകത്തില്ല. അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അതൊന്ന് വായിച്ച് ബൈ ഹാർട്ടാക്കണം. ഇപ്പൊ ആരെയും കൈപിടിച്ച് നോക്കാനൊന്നും പോകരുത്. അതിപ്പോഴല്ല, നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് ബൈ ഹാർട്ടാക്കുക എന്നാണ്. ഞാൻ നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കൂട്ടത്തിൽ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരാരെയും ഒന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ഒന്ന് സ്വയം പറയാമോ ഓരോരുത്തരായിട്ട്? സാറേ നമസ്കാരം, എന്റെ പേര് ശ്രീകണ്ഠൻ നായർ. ഒന്ന് ക്യാമറ ഓൺ ചെയ്തോളൂ. ക്യാമറ ഞാൻ ഓക്കെ, ക്യാമറ ഓൺ കാരണം ആളിനെ കണ്ടാൽ തിരിച്ചറിയണ്ടേ? നമ്മള് DS എന്ന് പറഞ്ഞാൽ ഏതൊരു കൊച്ചു ചുള്ളൊക്കെ ആയിരിക്കും ഞാൻ നായരെന്നൊക്കെ വിളിക്കുക. അത് കുഴപ്പമില്ല. സാറേ ഞാൻ തിരുവനന്തപുരത്ത് പെരുന്താന്തി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു യോഗ അധ്യാപകനാണ്. യോഗയുടെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ സെൻട്രൽ ഗവൺമെന്റിലായിരുന്നു. ഒരു 10-15 വർഷത്തിന് മുമ്പ് VRS എടുത്ത ആളാണ്. എന്റെ ഫുൾ ടൈം യോഗ അതുപോലെയുള്ള പരിചയപ്പെട്ടു. നമ്മുടെ കൂട്ടത്തിൽ യോഗ അധ്യാപകനുണ്ടെന്ന് അറിയാൻ പറ്റിയില്ലേ? അത് പരിചയപ്പെട്ടല്ലേ അറിയാൻ പറ്റൂ. ആർക്കെങ്കിലും യോഗ പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് വരാം. പെരുന്താന്നി അല്ലേ? അതെ, ശ്രീധരാണ്. ഓക്കെ, അപ്പൊ യോഗ പഠിക്കാൻ ആരെങ്കിലും താല്പര്യം നോക്ക്, ധൈര്യമായിട്ട് പറയല്ലോ DS നായർ ഉണ്ട്, അങ്ങോട്ട് പൊക്കോളൂ എന്ന്. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അടുത്തിനെ
ഞാൻ സുനിൽ. പറയൂ സാർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. അതെ ഞാൻ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നാട്ടിലെ തൃശ്ശൂര്. ശരി. ഏത് ഹോസ്പിറ്റലാണ് സാർ? നാരായണ ഹൃദയാലയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്. അവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ സീനിയർ അഡ്മിനിസ്ട്രേഷനിലാണ്. നമുക്ക് ഇന്ത്യയില് ഏതാണ്ട് 20 ഹോസ്പിറ്റലുകളും ഉണ്ട് ഇന്ത്യയിൽ. അടുത്ത മൂന്നാമത്തെ എന്റെ പേര് കൃഷ്ണപ്രസാദ്. ഞാൻ ബാംഗ്ലൂരിലാണ്. ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ്. ബാംഗ്ലൂർ ഏത് ഭാഗത്താ? HSR ലേഔട്ട്. ശരി, കൊള്ളാലോ. ഏത് ക്ഷേത്രത്തിലെയാ? അയ്യപ്പ ക്ഷേത്രമാണ്. ശരി, അടുത്തയാള് വേണു തോട്ടപ്പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നു സാർ. വേണു തോട്ടപ്പള്ളി, ആനന്ദ്, ആലപ്പുഴ. കയറിന്റെ നാട്ടിലെ. അതെ ആലപ്പുഴയിൽ നിന്നാണ്. എക്സ് പേഴ്സൺ ആണ്, പിന്നെ എക്സ് ഗൾഫ് പേഴ്സണുമാണ്. അത് ശരി. ഇപ്പൊ 2 കൊല്ലമായി വീട്ടിൽ നാട്ടിൽ ചുമ്മാ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ സാറിന്റെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കളയാം എന്ന് വിചാരിക്കും. അത്ര. താങ്ക് യു സർ. അടുത്തയാള് ഞാൻ ബിജു. സാറേ ഞാൻ ബിജു ചെങ്ങന്നൂരുന്നു. ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്നു. വാസ്തു അഡ്വാൻസ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ അടുത്താണ്? ഇവിടെ ഭാരതീയ. അവിടെ തന്നെ. ശരി സർ. എവിടെ സ്ഥലം? ചെങ്ങന്നൂര്. അടുത്തയാളാ? ഹലോ സാർ. നമസ്കാരം. ഞാൻ മധുസൂദന. ഇപ്പോ ഞാൻ താമസിക്കുന്നത് കാസർഗോഡ്. കോട്ടയത്താണ് വീട്. കാണാൻ പറ്റുന്നില്ല. ഹലോ, ഫോട്ടോ കാണുന്നില്ല. കാണുന്നുണ്ടോ സാറേ? കാണുന്നുണ്ടോ? ക്യാമറ ഓഫായി. ക്യാമറ ഓണല്ലോ. പ്രകാശില്ല സാർ അവിടെ. ഓക്കെ, ഞാൻ കാറയിലാണ് സാറേ. ഓക്കെ. ഇപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ ഇപ്പോൾ ഉള്ളത് കാസർഗോഡ്. ഞാൻ എന്റെ ശരിക്കും വീട് കോട്ടയത്ത്. ഞാന് ജ്യോതിഷം പഠിച്ചോണ്ടുണ്ടായിരുന്നു കുറച്ച് കാലം. പ്രാക്ടീസ് ചെയ്യുന്നില്ല. എനിക്ക് ബിസിനസ് ആണ്. അപ്പോ അശ്രയശാസ്ത്രം പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. മാത്രം എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്കിപ്പോ. ലാൽ സാർ അതിനൊരു പരിഹാരം പറഞ്ഞല്ലോ. കഴിയുന്ന വീഡിയോ ഇട്ട് തരാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അത് മതി. ഞാൻ ജോയിൻ ചെയ്യുന്നു. അത് മതി. ഓക്കെ. ശരി, അടുത്തയാള്? ശ്രീ ദുർഗ, കാശി. സാറേ എന്റെ പേര് നിഷാദ്. എനിക്ക് ബിൽഡിംഗ് വർക്കാണ്. ബിൽഡിംഗ് കോൺട്രാക്ട് വർക്ക്. സ്ഥലം എറണാകുളം, ആലുവ, അങ്കമാലി. ഞാൻ വാസ്തു കഴിഞ്ഞു. ജ്യോത്സ്യം പഠിച്ചുകൊണ്ടിരിക്കണം. വസ്ത്രശാസ്ത്രം പഠിക്കാന്ന് വിചാരിച്ചു. ശരി, അടുത്തയാള്? പൂജയാണ്. എറണാകുളമാണ്. ഓക്കെ സാർ. നമസ്കാരം. എന്റെ ജോബി എന്നാണ്. പിറവത്താണ് വീട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ. ഇവിടുന്ന് ജ്യോതിഷം പഠിച്ചാണ്. ശരി, കൊള്ളാം. അടുത്തേ? സാറേ നമസ്തേ. നമസ്തേ സാറേ, എന്റെ പേര് ഹരി എന്നാണ്. ഞാൻ ചവറയിലാണ് താമസം. കൊല്ലം ചവറ. അതെ, ദേവസ്വത്തിന്റെ സബ് ഗ്രൂപ്പ് ഓഫീസർ ആയിട്ട് റിട്ടയർ ആയ. ഇപ്പോ ഈ കൂട്ടത്തിൽ ജ്യോതിഷം പഠിക്കുന്നുണ്ട്. വാസ്തുവിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ആയി ആകാന്ന് വിചാരിച്ചു. കൊള്ളാം. ശരി, അടുത്തയാള്? സാറിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ എന്നെ കുറിച്ച് പറഞ്ഞു. ശരി, ഞാൻ ഒന്നുകൂടെ പറയാം. അത് കുഴപ്പമില്ല. ഇനി ഇത് ക്ലാസ്സിനകത്തുള്ളവർ വരട്ടെ.
ഞാൻ പറയാം, എന്നെ കുറിച്ച് പറയാം. ഞാനും ഇല്ലേ? എന്റെ പേര് വേണുഗോപാൽ. ആ, ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ക്യൂരിയോസ്. എവിടെ സ്ഥലം? മാവേലിക്കര. ഓക്കെ. സാറേ നമസ്കാരം. എന്റെ പേര് അതെ, സ്ഥലം ചെങ്ങന്നൂരാണ്. ശാന്തിയാണ്. നമുക്ക് 2 ശാന്തിയുടെ ആളായി. ഒരാൾ ബാംഗ്ലൂരിലെ ശാന്തി നമ്മൾ പരിചയപ്പെട്ടിപ്പോ. ഏത് ക്ഷേത്രത്തിലാ? ഗണപതി ക്ഷേത്രത്തിലാണ്. ഗണപതി ക്ഷേത്രത്തിൽ താന്ത്രിക അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ശരി. കൊള്ളാം. ചെങ്ങന്നൂർ അല്ലേ? അതെ. ഓക്കെ. ഇനിയുണ്ടല്ലോ ആൾക്കാര്. പറഞ്ഞോളൂ. എന്റെ പേര് അൽവിൻ. ഇതിന്റെ പറ്റുണ്ടോ? ഇൻഫോ പാർക്കിലാണോ? കേട്ടോ അൽവിൻ. ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തു. ഇൻഫോ പാർക്കിൽ. ഓക്കെ. സ്ഥലം എവിടെയാ? കൊരട്ടിയോ? അല്ല. അൽവിനോട് പിന്നെ പരിചയപ്പെടാം. അടുത്തിന് വേറെ ആരുണ്ട്? കൃഷ്ണപ്രസാദ് ഉണ്ടല്ലോ. ഹലോ, ഞാൻ പറഞ്ഞു സാറേ, ഞാൻ ബാംഗ്ലൂരാണ്. ശാന്തിയാണ്. ഓക്കെ. ബിജു രാഘവൻ. ഞാൻ പറഞ്ഞായിരുന്നോ? ബിജു പറഞ്ഞായിരുന്നോ? ചെങ്ങന്നൂർ. അപ്പൊ എല്ലാരും ശ്രീദുർഗ ഉണ്ടായിരുന്നു. ശ്രീദുർഗ. ഓക്കെ. അപ്പൊ എന്നെ കുറിച്ച് ചോദിച്ചത്, ഞാൻ ആദ്യ ദിവസം തന്നെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. എന്റെ പേര് മോഹൻ എന്നാണ്. എന്റെ സ്ഥലം ട്രിവാൻഡ്രം ജില്ലയില്. സാറേ നമസ്കാരം. പറയൂ ബിജു. ഞാൻ ബിജു. നമസ്കാരം. എന്റെ വീട് ഷൊർണൂരാണ്. കോയമ്പത്തൂർ സെറ്റിൽഡ് ആണ്. ഷൊർണൂരാണ്. കോയമ്പത്തൂർ സെറ്റിൽഡ് ആണ്. ഇവിടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ശാന്തിയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ശാന്തി. ഈ ക്ലാസ്സിൽ ഇപ്പൊ ശാന്തിയുടെ ആൾക്കാർ 3 പേരായി. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളെ വിദ്യാലയത്തിൽ നിന്ന് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നമുഹൂർത്തത്തിൽ ചേർന്നിട്ടുണ്ട്. ബേസിക് ജ്യോതിഷം കഴിഞ്ഞ് പ്രശ്നമുഹൂർത്തത്തിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 10 ക്ലാസ്സത്തോളം ആയി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി പഠിച്ചുകൊള്ളാന്ന് വിചാരിച്ചു. തോന്നി. കൊള്ളാം. നല്ല കാര്യം, നല്ല തീരുമാനം. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ എന്റെ സ്ഥലം നെയ്യാർഡാമാണ്. തിരുവനന്തപുരം ജില്ലയില്. തിരുവനന്തപുരത്തിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലെ നെയ്യാർഡാം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കള്ളിക്കാട്. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ബേസിക്കലി ഞാനൊരു അധ്യാപകനാണ്. ഞാൻ പഠിപ്പിക്കുന്ന കെമിസ്ട്രിയാണ്. മെഡിക്കൽ എൻട്രൻസിന്, എഞ്ചിനീയറിംഗ് എൻട്രൻസിന് കെമിസ്ട്രി പഠിപ്പിക്കലാണ്. അതിൽ പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി പഠിപ്പിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഷയം. കഴിഞ്ഞ 25 വർഷമായിട്ട് ട്രിവാൻഡ്രത്ത് ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇത്രയാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. അത് ജ്യോതിഷം, ഇത് കെമിസ്ട്രി ഞാൻ പഠിച്ചിട്ട് ഒരു 45 വർഷത്തിലധികം ഒരു അനുഭവ പാഠം എനിക്കതിലുണ്ട്. ഗുരുവിന്റെ അടുത്ത് ചെന്നിരുന്ന് കേട്ട് പഠിച്ചതാണ്. കണ്ടും കേട്ടും പഠിച്ചതാണ്. നോട്ട്സ് ഒന്നും എഴുതി പഠിച്ചതല്ല. ഗുരുവിന്റെ അടുത്തൊരു 20 വർഷമെങ്കിലും കുറഞ്ഞത് അദ്ദേഹത്തിന്റെ സാമീപ്യത്തിൽ അടുത്ത് ചെന്നിരുന്ന് കേട്ട് പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേര് വേലായുധൻ നായർ എന്നാണ്. സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഇല്ല. ഇത്രയാണ് എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത്. മതിയാവുമല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ്. വളരെ നന്ദി. നമസ്കാരം. ഓക്കെ സാർ, വളരെ നന്ദി.